പറഞ്ഞാലേ അതിന്റെ കണക്ക് ചോദിക്കില്ലായിരിക്കും. എന്നാലും കുഴപ്പമില്ല, പറഞ്ഞാൽ മനസ്സിലാവണമെങ്കിൽ കുഴപ്പമില്ലല്ലോ. ഒരു പക്ഷെ അവര് വരികയാണെങ്കിൽ അതൊക്കെ എങ്ങനെ പറയും? അല്ലെങ്കിൽ എന്റെ അക്കൗണ്ട് ബാലൻസ് മൈനസിലാണ്. ഇങ്ങോട്ട് നോക്കിയേ. അല്ല, ഇവിടെ വലിയ വലിയ ആൾക്കാരാണല്ലോ ഇരിക്കുന്നത്. പറഞ്ഞേക്ക് ടൈറ്റൻസ്, ഞാൻ ബ്രേക്കപ്പ് ആയിട്ട് വരിക. അത് ഇപ്പോ ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും ഉണ്ടാവുന്നത് പോലെ ഒരു ടോപ്പ് ഗേൾ ഫ്രണ്ട് ആയിരുന്നു. ആൻഡ് ഐ എം പ്രിറ്റി ഷുവർ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടാവും. അതിപ്പോ ഇവരുടെയൊക്കെ ലൈഫിൽ എന്തായാലും ഉറപ്പായിരിക്കുമല്ലോ. ആരെ കുറിച്ചാണ് പറഞ്ഞത് മനസ്സിലായോ? ആ 300ന്റെ വില കൂടിയ കോഫി. ആ ഒരു കൊച്ചെന്നെ എന്തുമാത്രം ഇമോഷണലി ഡ്രൈ ആക്കി കളഞ്ഞു എന്ന് അറിയോ? ഇമോഷണലി മാത്രമല്ല, മെന്റലി, അങ്ങനെ എല്ലാ രീതിയിലും. എപ്പോ പോയാലും ചിലപ്പോ ഗിൽ ട്രിപ്പ്, ചിലപ്പോ ബാങ്ക് ട്രിപ്പ്. ഇത്രയും ട്രിപ്പ് ആരുടെയും ജീവിതത്തിൽ ഉണ്ടാവുമോ? ഒരിക്കലും ഉണ്ടാവില്ല. അത് മാത്രമല്ല, എപ്പോ പോയാലും തെറ്റായ പേരുകളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു തവണ മനസ്സിലാവും, 2 തവണ മനസ്സിലാവും, അതും കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാന്? ഇടയ്ക്കിടയ്ക്കുന്നേ ഡസന്റ് മേക്ക് സെൻസ്. ആൻഡ് അറിയോ, ഹോണസ്റ്റ്ലി പറയാം, ഞാൻ കുറച്ച് നാണമുള്ള കൂടുതലാണ്. ഞാൻ അവളുടെ പുറകെ പോയത് വേറൊന്നും കൊണ്ടൊന്നുമല്ല, അവള് കാണാൻ ഭംഗിയുള്ളത് കൊണ്ട് തന്നെയാണ്. മനസ്സിലായോ? അതുപോലെ അവിടുത്തെ ആംബിയൻസും കൊള്ളായിരുന്നു. അവളുടെ കൂടെ ആവുമ്പോൾ ആളുകൾ എന്നെ കുറച്ച് ബഹുമാനിച്ചിരുന്നു. ഈ കാര്യം നിന്നോട് ഞാൻ എത്ര തവണ പറഞ്ഞു? ശരിയാ, എനിക്കത് മനസ്സിലായി. അവളാണെങ്കിൽ ശരിക്കും അവളുടെ പ്ലേലിസ്റ്റ് പോലെ തന്നെ അമിഡാണ്. എന്ത് മിഡ്? അതെ, മിഡാണ്. അപ്പം തിങ്സ് ആർ ചേഞ്ചിങ് മാൻ. ഐ ഹാവ് മൂവ്ഡ് ഓൺ. ഐ ഫൗണ്ട് someone else, someone better. എടാ മിടുക്ക, എന്താ പേരെന്നെങ്കിലും ഒന്ന് പറ. ഇറ്റ്സ് കോൾഡ് കോഫി. സംഗതി അടിപൊളിയാണല്ലോടാ. ബ്ലൂ ആൻഡ് ബ്യൂട്ടിഫുൾ. അതല്ല ഞാൻ പറഞ്ഞത്. പിന്നെ ടൈറ്റൻസ് എന്തുകൊണ്ടാണെന്ന് അറിയോ? ഇവൾക്ക് കൂടുതൽ ക്വാളിറ്റീസ് ഉണ്ട്. ഒന്നാമത്തെ കാര്യം, ഒരിക്കലും എന്റെ പേര് തെറ്റിച്ച് പറയില്ല. എപ്പോഴും കറക്റ്റായ പേരിലേ വിളിക്കൂ. രണ്ടാമത്തെ കാര്യം, ഞാൻ വളരെ കഷ്ടപ്പെട്ട് അച്ഛന്റെ കയ്യിൽ നിന്ന് ബുദ്ധിമുട്ടി പോക്കറ്റ് മണി വാങ്ങിച്ചു വെക്കുമല്ലോ, അത് ഒരിക്കലും വേസ്റ്റ് ആവാൻ സമ്മതിക്കില്ല. പിന്നെ മൂന്നാമത്തെ കാര്യം, ഇവൾക്ക് വളരെ ലോ മെയിൻ്റനൻസ് ആണ്. ഞങ്ങളുടെ ഡേറ്റ്സ് ഒക്കെ ഒരു 100-150 രൂപയ്ക്ക് തീർന്നു കളയും. ഐ ഓണസ്റ്റ്ലി തിങ്ക് ഞാൻ എനിക്ക് ചേർന്ന എല്ലാ സ്വഭാവങ്ങളോടും കൂടിയാണ് ഞാൻ ഇവളെ കെട്ടാൻ പോകുന്നത്. പിന്നെ എന്റെ ടോക്സിക് ആയ എക്സ് ഗേൾ ഫ്രണ്ട് ഉണ്ടല്ലോ, വില കൂടിയ കോഫി, അവളോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. നീ ഇപ്പൊ എന്നെ TV കാണുന്നുണ്ടാവുന്ന എനിക്കറിയാം. നിനക്കൊരു സ്റ്റോക്കൊക്കെ ഉണ്ടാവും. പക്ഷെ ഞാൻ പറയുന്നത് കൂടി നീ ഒന്ന് കേട്ടോ. ഇനി ഓവർ ചാർജ് വാങ്ങിക്കാൻ വേണ്ടി വേറെ ആരെങ്കിലും കണ്ടുപിടിച്ചോ, നമ്മൾ എന്തായാലും ഗുഡ് ബൈ. സോ ഹായ് ടൈറ്റൻസ്. ഏതാണ്ട് ഇതുപോലെയാണ് 2013 ഞങ്ങളുടെ ബ്രേക്കപ്പ് ഉണ്ടായത്. അതായത് 300-400 രൂപയുള്ള വില പിടിച്ച കോഫിയിൽ നിന്ന്. പിന്നെന്താ, ഒരു 3 ലക്ഷം രൂപയും 1 സ്പൂണ് കോൺഫിഡൻസും കൂടി ചേർത്ത് ഒരു പരിപാടി അങ്ങോട്ട് തുടങ്ങി. ഇന്ന് വരെ എല്ലാ തരത്തിലുള്ള ഗ്രോത്തും ഓർഗാനിക് ആണ്. ഞങ്ങൾ 2 ലക്ഷത്തിലധികം കോഫി സെയിൽ ചെയ്ത് കഴിഞ്ഞു. 1 കോടിയിലധികം റവന്യൂ നേടിക്കഴിഞ്ഞു. പിന്നെ നമ്മുടെ ഈ ഡൽഹി സർക്കിളിൽ തന്നെ 6 ഔട്ട്ലെറ്റും ഉണ്ട്. അപ്പോ നിങ്ങളും ഞങ്ങളുടെ കൂടെ കൂടാൻ പോരുന്നോ? ഈ ജെൻസി കോഫി മൂവ്മെന്റിൽ ചേരുന്നോ? ഇതിനെ നാഷണൽ ലെവലിലേക്ക് കൊണ്ടുപോകാൻ. ആൻഡ് ഫോർ ദാറ്റ് വി ആർ ആസ്കിംഗ് 1.5 CR ഇൻ എക്സ്ചേഞ്ച് ഓഫ് 10% ഓഫ് ഇക്വിറ്റി. താങ്ക് യു. എനിക്ക് തോന്നുന്നത് കോഫിയെ പറ്റി പറഞ്ഞറിയുകയല്ല, കുടിച്ചറിയുകയാണ് വേണ്ടത്, അല്ലേ? അപ്പൊ ആദ്യം നിങ്ങൾ നിങ്ങളുടെ കാപ്പി കുടിപ്പിക്കുകയാണ് വേണ്ടത്. അല്ലാതെ ടൈറ്റൻസിനൊന്നും തീരുമാനിക്കാൻ പറ്റില്ല. അപ്പൊ നിങ്ങളുടെ ഡിസ്കഷൻ തുടങ്ങുന്നതിന് മുമ്പ് നമുക്കൊരു കാപ്പി കുടിക്കാം. ആദ്യം തന്നെ നിങ്ങൾക്ക് ഐഡിയ ബാസിലേക്ക് സ്വാഗതം. താങ്ക് യു സോ മച്ച്. പിന്നെ നിങ്ങളുടെ പിച്ച് വളരെ രസകരമായിരുന്നു. താങ്ക് യു സോ മച്ച്. പിന്നെ ഈ കോഫിയൊക്കെ ഇപ്പൊ എല്ലായിടത്തും കിട്ടുന്നതാണ്. നിങ്ങളുടെ കോഫിയിലുള്ള പ്രത്യേകത എന്താണ്? നിങ്ങൾക്ക് ഈ ഐഡിയ എങ്ങനെ കിട്ടി? സർ, അതിപ്പോ നമ്മൾ ഐഡിയയെ കുറിച്ചാണ് പറയുന്നെങ്കിലേ, ഇവനും ഞാനും തമ്മിൽ കുട്ടിക്കാലം മുതൽ സുഹൃത്തുക്കളാ. തുടക്കം മുതലേ ഞങ്ങൾ തമ്മിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും ഞങ്ങൾക്ക് രണ്ടുപേർക്ക് എപ്പോഴും തോന്നിയിരുന്നു പൈസ സമ്പാദിക്കണം, ബാക്കിയൊക്കെ ഡിഫറൻസ് ആയിരുന്നു. അപ്പോ തുടക്കം മുതൽ ഞങ്ങൾ ഒരുമിച്ച് ചില ബിസിനസ് ഒക്കെ ചെയ്തു നോക്കി. ഞാൻ മൊബൈൽ ആക്സസറീസ് വിൽക്കുമായിരുന്നു, ഇവൻ ഡിസൈൻ വർക്ക് ചെയ്യായിരുന്നു, അങ്ങനെ കുറെ ഏജൻസികളൊക്കെ നടത്തി നോക്കി. അപ്പോ അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം ആക്ച്വലി ഞങ്ങളുടെ മീറ്റിംഗ് നടക്കുമ്പോഴൊക്കെ എവിടെയെങ്കിലൊക്കെ വെച്ചായിരിക്കും, പ്രത്യേകിച്ച് ഓഫീസൊന്നുമില്ല. ചിലപ്പോൾ വില കൂടിയ കഫേസിലൊക്കെ പോയിട്ടായിരിക്കും ഞങ്ങൾ മീറ്റിംഗ് നടത്തുന്നത്. ഒരു പ്രത്യേക സമയത്തിന് ശേഷം പൈസയൊക്കെ തീർന്നു കഴിഞ്ഞപ്പോ ഒരു കാര്യം റിയലൈസ് ആയി. അതായത് എന്തായാലും നമ്മൾ 300-400 ഒക്കെ കൊടുക്കുന്നുണ്ട്. ഒരു മിനിറ്റ്. ഈ പൈസ തീർന്നപ്പോഴത്തേക്കും ഞങ്ങൾ ഭയങ്കര കോഫി അഡിക്റ്റായി മാറിയിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് ഇൻസ്റ്റന്റ് കോഫിയും വീട്ടിലെ കോഫിയും തമ്മിൽ യാതൊരു വ്യത്യാസം തോന്നിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ചിന്തിച്ചു, അല്ല എന്താ ഈ കോഫിക്ക് വില കൂടുതൽ? ഞങ്ങൾ എന്തിനാ ഒരു കപ്പ് കോഫിക്ക് വേണ്ടി 300-400 എന്തിനാ വെറുതെ ചെലവാക്കുന്നത്? അപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത്, ഇത് കോഫിയുടെ വില മാത്രമല്ല, ഇത് ആ കോഫി നമുക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സ്പേസിനുള്ള വിലയാണിത്.